ഹലോ. ഇന്നലെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എല്ലാവർക്കും അവധിയാണ്. സ്കൂള്, കോളേജ്, ഓഫീസ്, സ്ഥാപനങ്ങൾ എല്ലാവർക്കും അവധിയാണ്. അപ്പം മഹാത്മാവിനെ ആരും ഓർത്തില്ലെങ്കിലും അവധി ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചിന്ത. മെനഞ്ഞാന്ന്, അതായത് 1-ാം തീയതി, മൂത്ത മോളും കുടുംബവും ചങ്ങനാശ്ശേരിയിൽ പോയി ഒരു മക്കളെയും കൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾക്കൊരു സിനിമ കാണണം, ലോക എന്നൊരു സിനിമ കാണാൻ പോയെന്ന് പറഞ്ഞു. കൊള്ളാം, കുഴപ്പമില്ല, അവർക്ക് ടൈം പാസിന്. ഇളയ മോളും കുടുംബവും അന്ന് തന്നെ കോട്ടയം ഭാഗത്തോട്ട് പോയി. അവിടെ ബന്ധുക്കളുടെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകളിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് അവർ ദേവലോകം അരമന, ഓർത്തഡോക്സുകാരുടെ മെയിൻ ആസ്ഥാന കേന്ദ്രമാണ്. അവിടെ ചെന്ന് അവിടുത്തെ പഴയ സെമിനാരി, ചാപ്പല് അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് 3 മണി ആയപ്പോഴേക്കും അവർ ലുലു മാളിൽ കയറി. 5-6 മണി വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. സാധനങ്ങളൊക്കെ വില കുറഞ്ഞൊന്നുമില്ല, എല്ലാം വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയതൊക്കെ അവരുമൊക്കെ വാങ്ങിച്ചു. ഒരു സാരി വാങ്ങിച്ചെന്ന് പറഞ്ഞു. ഇളയ മോളെ ഭർത്താവിന് ജീൻസും ടോപ്പും ഒക്കെ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സന്തോഷം. കുറേ സാധനങ്ങളൊക്കെ ആക്കി വാങ്ങിച്ചു. അവരും രാത്രി 10 മണിയോട് വീട്ടിൽ വന്ന് കയറി. അപ്പോൾ ചിന്തിച്ചു, വീട്ടമ്മമാരായും പ്രായമായിരിക്കുന്നു, നമുക്കാർക്കും ഒരിടത്തും പോകാനില്ലല്ലോ എന്നുള്ള ചിന്തയായപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോകാൻ. എവിടെ പോകാനാണ്? ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ മ്യൂസിയം വരെ പോകാം, രാവിലെ അങ്ങ് പോകാമെന്ന് ചിന്തിച്ചു ഇന്നലെ. അപ്പോൾ പറഞ്ഞു, ഭയങ്കര വെയിലാണ്, ഉച്ചയാകുമ്പോഴത്തേക്ക് വെയിലാവും. എന്നാൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 മണിക്ക് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ 3 മണി ആകുമ്പോഴത്തേക്ക് മ്യൂസിയം കോമ്പൗണ്ടിലെത്തി. കുറേ വീഡിയോകളും ക്ലിപ്പിങ്സൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണാം. തിരുവനന്തപുരം മ്യൂസിയം കോമ്പൗണ്ടിലേക്ക് മെയിൻ എൻട്രൻസിൽ കൂടെ ഞങ്ങൾ കയറി. എന്നോട് ആദ്യം തന്നെ പറഞ്ഞു, ആൾക്കാരുടെ ഫോട്ടോകളൊന്നും അധികം എടുക്കരുത്, അല്ലാത്തതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ശരി. നമ്മൾ കയറുമ്പോൾ തന്നെ മെയിൻ എൻട്രൻസ് കഴിയുമ്പോൾ തന്നെ അവിടെ തന്നെ ചെടികൾ കൊണ്ട് ഉള്ള മനോഹരമായ ആർച്ചുകൾ കാണാം. കുറേ 3-4 ആർച്ചുകളുണ്ട്. അങ്ങോട്ടാണ് മെയിനായിട്ട് കയറേണ്ടത്. മ്യൂസിയത്തിലോട്ട് പോകാൻ, അവിടെ ബിൽഡിങ്ങിലോട്ട് പോകാൻ വലതോട്ട് തിരിഞ്ഞാൽ അവിടെ ഫോസിൽ മ്യൂസിയവും പിന്നെ കുഞ്ഞുങ്ങളുടെ ജസ്റ്റ് ഒരു പാർക്ക്, ഇവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞില്ല, നേരെ തന്നെ പോയി. നല്ല മനോഹരമായ ആർച്ചുകളുണ്ട്, ചെടികളൊക്കെ വെട്ടി ഒതുക്കി നല്ല മനോഹരമായ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ നടന്നു, ആൾക്കാരൊക്കെ നടന്നു പോകുന്നു, ധാരാളം ആൾക്കാരുണ്ട്. ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ ചെടികൾ വെട്ടി ഒതുക്കി നിർത്തുന്നു. പണ്ടൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒക്കെ കുറേ ഫോട്ടോസ് എടുക്കണം ചിന്തിച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. നേരെ ആർച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല മണൽ വിരിച്ചതുപോലെ പൂഴി മണലുള്ള ഒരു ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു മണ്ഡപമുണ്ട്. അവിടെ ധാരാളം ഇരിക്കാനുള്ള ചെയറുകളുണ്ട്. പ്രാവുകൾ, കൊച്ചുകുട്ടികൾ, ആൾക്കാരെയൊക്കെ നടക്കുന്നു. ഞങ്ങൾക്ക് ഇടതു ഭാഗത്തായിട്ട് ഒരു മരത്തിൻ്റെ തണലിൽ ഒരു ചാരുബെഞ്ച് കിട്ടി. ഞങ്ങൾ അവിടെ പോയിരുന്നു. കുറേ ഒരു വെയിലാണ്. അപ്പോഴത്തേക്ക് മണി 4 ആകുന്നതേ ഉള്ളൂ. 3 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മണ്ഡപത്തിനകത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ രക്ഷയില്ല. അവിടെല്ലാം കുഞ്ഞുങ്ങൾ കയറി ഇറങ്ങി നടക്കുകയാണ്. അതിനകത്ത് ചെറിയ മ്യൂസിക്കൊക്കെ ഇട്ടേക്കും. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറിയാൽ അവിടെ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ് കാണാം. ഇരിപ്പിടം, സിംഹാസനങ്ങളും അതുപോലെ അവരുപയോഗിച്ച വാള്, പരിചയ, അവരുടെ നല്ല വർണ്ണചിത്രങ്ങൾ. ഞാൻ അടുത്ത സമയത്തൊന്നും അതിനകത്ത് കയറിയിട്ടില്ല. പലപ്പോഴും അതൊക്കെ അവിടെ ഇന്നേരം തുറന്നിട്ടുണ്ട്. അതിനകത്തോട്ടൊന്നും കയറാൻ നിന്നില്ല. അതിൻ്റെ 2 വശത്തും നല്ല മനോഹരമായ ചെടികൾ നിറഞ്ഞു പൂത്ത്. അത് ചെത്തിയാണ്, നമ്മുടെ തെറ്റി എന്നൊക്കെ പറയുന്ന ആ ചെടിയാണ്. നല്ല ചെടികളൊക്കെ ഭംഗിയായിട്ട് ധാരാളം ചെടികൾ. അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. വീണ്ടും അവിടെ ബോഗൺവില്ലകളൊക്കെ നിറഞ്ഞ് പൂത്തൊലഞ്ഞിരിക്കുന്നു. നല്ല ധാരാളം പുഷ്പങ്ങൾ. പണ്ട് സാധാരണയൊക്കെ ചെല്ലുമ്പോൾ അത്രയും പുഷ്പങ്ങളൊന്നും അങ്ങനെ കാണാറില്ല. നല്ല ഭംഗിയായിട്ട്. ഇത് ഒരു വാട്ടർഫോൾസാണ്. ഇപ്പോൾ അവിടെ വെള്ളമില്ല. അതിനകത്തൊരു താമരയൊക്കെ പണ്ട് ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കും. അവിടെ നിന്ന് ജസ്റ്റ് എപ്പോഴൊക്കെ നല്ല വെയിലാണ്. അവിടെ നിന്ന് ജസ്റ്റ് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അലങ്കാര ചെടികളും അലങ്കാര പനകൾ ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുക്കൽ താഴോട്ട് സ്റ്റെപ്പുകൾ ധാരാളം ഇറങ്ങണം, കയറണം. അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങോട്ട് അധികം സമയം നിന്നില്ല, കുറേ മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്തു. നേരെ KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ആൾക്കാരുടെ ഒന്നും മുഖം ക്യാമറയിൽ വരരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. 2 ചിക്കൻ കട്ട്ലറ്റും പിന്നെ ഒരു ബനാന ബജി, പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഒക്കെ നല്ലതായിരുന്നു. ചൂട് ചിക്കൻ കട്ട്ലറ്റ് 2 കഴിച്ചു.